മാഫിയ വാഴും ദേവസ്വം. തിരുവനന്തപുരം തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണം കാണാനില്ല. കാണാതായത് ഭഗവാന്റെ തൃപ്പാദം സ്വർണം പൂശാൻ നൽകിയ 13.5 പവൻ സ്വർണവും 2.5 കിലോ വെള്ളിയും. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും തുടർ നടപടി സ്വീകരിക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിൽക്കുകയാണ്. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, രാവിലെ അനഘ ഒരു വാർത്ത നൽകിയിരുന്നു. മലപ്പുറം തിരൂരിലെ ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ സ്വർണ്ണ കവർച്ച നടന്നു. അത് സെക്യൂരിറ്റി ജീവനക്കാരനാണ് മോഷ്ടിച്ചത്. ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ടി കേസ് നടത്തിപ്പിന് പണം ചെലവാക്കിയത് ക്ഷേത്ര ട്രസ്റ്റാണ് എന്ന വാർത്ത. ഇതിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് മേജർ മഹാദേവ ക്ഷേത്രം തൃപ്പാപ്പൂർ. അവിടെ ഭക്തർ സമർപ്പിച്ച ചെറിയ അളവിലുള്ള സ്വർണമൊന്നുമല്ല, തൃപ്പാദം സ്വർണം പൂശാൻ നൽകിയ 13.5 പവൻ സ്വർണം ഒപ്പം 2.5 കിലോ വെള്ളിയുമാണ് കാണാതായത്. വിവരങ്ങൾ. തീർച്ചയായിട്ടും കൃഷ്ണരാജ, ഈ തൃപ്പാപ്പൂർ ക്ഷേത്രത്തിൽ 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ വലിയ ക്രമക്കേടുകൾ നടന്നിരുന്നു. ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് അവിടെയുള്ള ഭക്തർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി തന്നെ ഇതിൻ്റെ അന്വേഷണം വേണം, ഈ ഒരു ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ നടപടിയുമായി ദേവസ്വം ബോർഡ് പോയിട്ടില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഉള്ളൂർ സബ് ഗ്രൂപ്പ് ഓഫീസിൻ്റെ കീഴിൽ വരുന്ന ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ് തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലാണ് 13.5 പവൻ സ്വർണം ഭക്തർ ആദ്യം നൽകുന്നത്. ക്ഷേത്രത്തിന് മുന്നിലെ കൊടിമരത്തിൽ സ്വർണം പൂശാനായിരുന്നു. പക്ഷേ ആ കൊടിമരത്തിൽ സ്വർണം പൂശാൻ്റെ അത്ര സ്വർണം ആ ക്ഷേത്രത്തിൽ ലഭിച്ചില്ല. അങ്ങനെ ഭഗവാന്റെ തൃപ്പാദം സ്വർണം പൂശാമെന്ന് ക്ഷേത്ര ഉപദേശ സമിതി ഭക്തരെ അറിയിച്ചു. തുടർന്ന് ആ ഒരു 13.5 പവൻ സ്വർണം ഇത്തരത്തിൽ ഭഗവാന്റെ തൃപ്പാദത്തിൽ സ്വർണം പൂശാനുള്ള നടപടിക്രമങ്ങൾ ആദ്യം ക്ഷേത്ര ഉപദേശ സമിതി ആരംഭിച്ചെങ്കിലും പക്ഷേ ഇതുവരെയും സ്വർണം പൂശിയിട്ടില്ല. ആ സ്വർണം, ഈ 13.5 പവൻ സ്വർണം എവിടെ പോയി എന്നതാണ് ഇപ്പോഴും നാട്ടുകാർക്കും ഭക്തർക്കും ഒന്നും തന്നെ അറിയാത്തത്. പക്ഷേ ക്ഷേത്ര ഉപദേശക സമിതി ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഭക്തർ ആക്ഷേപിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭക്തർ കോടതിയെ സമീപിച്ചതും കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും കൃത്യമായ അന്വേഷണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ഭരണസമിതി ആയതുകൊണ്ട് തന്നെ ബോർഡ് സംരക്ഷിക്കുന്നു എന്നതാണ് പ്രധാന ആക്ഷേപം എന്നതാണ് ഇപ്പോൾ ഭക്തർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. ഒപ്പം എടുത്തു പറയേണ്ടത്, അവിടെ സ്വർണം 13.5 പവൻ സ്വർണത്തിന് പുറമെ 2 കിലോ 17 ഗ്രാം തൂക്കമുള്ള വെള്ളിക്കുടവും കാണാതായതുമായി അത്തരത്തിലുള്ള ഈ ഭക്തർ തന്നെ സമർപ്പിച്ച 2 കിലോ 17 ഗ്രാം തൂക്കമുള്ള വെള്ളിക്കുടവും കാണാതായിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെയാണ് എന്ന് ക്ഷേത്ര ഉപദേശക സമിതിയോട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയില്ല. ക്ഷേത്ര ഉപദേശക സമിതിയോട് ഇത് കൃത്യമായി അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും കൃത്യമായ നടപടിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നില്ല. ആ നടപടിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകാത്തതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഭരണസമിതി, ഈ ഉപദേശക സമിതി എന്ന് പറയുന്നത് അത് CPMന്റെ സ്വാധീനത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇവരെ സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഭക്തർ പ്രധാനമായി ഉയർത്തുന്നത്. എന്തായിരുന്നാലും 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള കൃത്രിമങ്ങൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ആ ക്ഷേത്രത്തിനുള്ളിൽ നടന്നു. ഈ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നിന്ന് ഭക്തർ കോടതിയിൽ കേസ് സമർപ്പിക്കുമ്പോൾ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കൃത്യമായ ഭക്തരുടെ ആക്ഷേപങ്ങളിൽ ശരിയുണ്ട് എന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര ഉപദേശ സമിതിക്കെതിരെയും ഇതിൽ ഈ സ്വർണം എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു നിർദ്ദേശവും കോടതി നൽകുന്നത്. പക്ഷേ ഇപ്പോഴും ഉള്ളൂർ സബ് ഗ്രൂപ്പ് ഓഫീസ് ആണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ളത്, ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ളത്. ഈ ഉള്ളൂർ സബ് ഗ്രൂപ്പ് ഓഫീസറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരോ ഇതിൽ നടപടി സ്വീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്ന പ്രധാന ആക്ഷേപം. നിലവിൽ ഈ ഒരു ഭരണസമിതിയെ അവിടെ നിന്ന് ഇത്തരത്തിൽ ക്രമക്കേട് നടത്തിയ ഭരണസമിതിയെ മാറ്റാനുള്ള നടപടി എന്തായിരുന്നാലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു, ഭക്തർ ആവശ്യപ്പെടുന്നു. അപ്പോഴും ഒരു നിസ്സംഗ മനോഭാവം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ 13.5 പവൻ സ്വർണം എവിടെ പോയി, ഒപ്പമുള്ള വെള്ളിക്കുടവും അതും എവിടെ പോയി എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെയും ദേവസ്വം ബോർഡിനോ
അവിടെയുള്ള ഉപദേശ സമിതിക്കോ ഭരണസമിതിക്കോ ഇതുവരെയും കൃത്യമായ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ശരി, നമുക്ക് ഈ ഒരു വാർത്ത പ്രധാനപ്പെട്ട വിശദമായി കാര്യം. വരും മണിക്കൂറുകളിൽ എടുക്കേണ്ടി വരും. തിരുവനന്തപുരം തൃപ്പാപ്പൂർ മേജർ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച 13.5 പവൻ സ്വർണവും 2.5 കിലോ വെള്ളിയും കാണാനില്ല.